ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഹോം മെയ്ഡ് ഒറിഗാനോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെടികളിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒറിഗാനോ, നല്ല ഫ്ലേവറിലുള്ള ഒറിഗാനോ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഒന്നും ഇത് ഉപയോഗിക്കില്ലല്ലോ. പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അങ്ങനെ ഇറ്റാലിയൻ ഡിഷസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമല്ലേ ഒറിഗാനോ നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മളത് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇലകളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒറിഗാനോ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഒറിജിനൽ ഒറിഗാനോയുടെ ചെടി. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ അവൈലബിൾ അല്ല, വളരെ റയറായിട്ട് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ സുലഭമായിട്ട് കിട്ടാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഒറിഗാനോയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു ഇലയാണ് ഈ ഒരു പനിക്കൂർക്ക എന്ന് പറയുന്നത്. കഞ്ഞിക്കൂർക്ക, നവരയില എന്നൊക്കെ പറയും, പല പേരുകളിലാണ് പല ഭാഗത്തും അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് കേട്ടോ മെയിനായിട്ട് അതിന് വേണ്ടത്. ശരിക്കും ഒറിഗാനോയുടെ ആ ഒരു ഫ്ലേവറിൽ തന്നെയാണ് അത് വരിക. അപ്പോൾ നമ്മൾ നാട്ടിൽ ഒറിഗാനോ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അത് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു ചെടി കണ്ടില്ലേ, റൈഹാൻ പച്ച എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ, ഞങ്ങൾ പറയുന്ന പേര്. പിന്നെ ഹെർജാൻ എന്നുള്ളൊരു പേരിൽ നാട്ടിൻപുറത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഈ റൈഹാൻ എന്നുള്ള പേരിനെ മാറ്റി പറയുന്നതാണോ അതോ അങ്ങനെ ഒരു പേര് സെപ്പറേറ്റ് ഇതിനുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു തുളസിയുടെ വർഗ്ഗത്തിൽ പെട്ടൊരു ചെടിയാണ്. ശരിക്കും ഗൾഫ് നാടുകളിലൊക്കെ അവർ വീട്ടുമുറ്റത്ത് തുളസി പോലെ വളർത്തുന്നൊരു സംഭവമാണ് കേട്ടോ. അത് ഒരുപാട് മെഡിസിനൽ യൂസ് ഉള്ള ഒരു ചെടിയാണ്. പിന്നെ അതിൻ്റെ ഇലയാണ് നമ്മൾ ആ പനിക്കൂർക്കയുടെ ഇലയുടെ കൂടെ ചേർക്കുന്നത്. അപ്പോൾ അത് എല്ലാവരുടെ വീട്ടിലും അങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് പകരം കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. ഇതൊരുവിധം എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ തുളസി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ കതിരോടെയാണ് കേട്ടോ, ഇതിൻ്റെ ഈ ഒരു കതിരുണ്ടല്ലോ അതോടെയാണ് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശരിക്ക് ഈ ഒരു തുളസി അതുപോലെ തന്നെ ആ ഒരു പനിക്കൂർക്കയുടെ ഇല മാത്രം ഉപയോഗിച്ചിട്ടാണ് ഒറിഗാനോ ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ഇപ്പോൾ ആ ഒരു റൈഹാൻ പച്ചയുടെ ഇല അവൈലബിൾ ആയതുകൊണ്ട് വീട്ടിൽ കുറച്ചുള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്നൊരു കുറച്ച് ഇല ഇതിൻ്റെ കൂടെ കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു പനിക്കൂർക്കയുടെ കുറച്ച് ഇലകളും ആ ഒരു റൈഹാൻ പച്ചയുടെ ഇലയും മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് അവൈലബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ അത് എടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തുളസി ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 കുറേശ്ശെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വേണ്ടത് ഈ ഒരു ലീഫാണ് കേട്ടോ, പനിക്കൂർക്കയുടെ ഈ ഒരു ലീഫാണ് നമുക്കതിൽ കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഞാനിതിപ്പോൾ നല്ല ഫ്ലേവറാണല്ലോ ഇതിന്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചെടുത്തത്. ഇതിൻ്റെ ഫ്ലേവർ കൂടിപ്പോണ്ടാന്ന് കരുതിയിട്ടോ. കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഒറിഗാനോക്ക്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുക. കുറച്ച് തുളസിയുടെ ആ ഒരു കതിരോടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വളരെ കുറച്ച് മാത്രമേ ഞാൻ റൈഹാൻ പച്ച എടുത്തിട്ടുള്ളൂ, കാരണം അത് വലുതായി വരുന്നേ ഉള്ളൂ. ചെടി ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയതാണ്, ആദ്യം ഉണ്ടായിരുന്നതൊക്കെ പോയിട്ട് ഇപ്പോൾ രണ്ടാമത് നമ്മൾ നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ലീഫൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ലീഫ് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തളിര് ഇലകളാണ്, അപ്പോൾ മൂത്ത് വന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ, തുളസിയോ അതല്ലെങ്കിൽ റൈഹാൻ പച്ച. ഞാനിപ്പോൾ ഇവിടെ 3 കുറച്ച് എടുത്തു എന്ന് മാത്രമേ. ഇനിയിപ്പോൾ 3 അവൈലബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ എടുത്തു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഫ്ലേവറാണ് ഈ റൈഹാൻ പച്ച എന്ന് പറയുന്ന ഈ ഒരു ചെടിക്ക്. ഒരു കാട്ടുതുളസിയുടെ എന്തോ ഒരു വർഗ്ഗത്തിൽ പെട്ടൊരു ചെടിയാണ് കേട്ടോ. ഇവിടെ പറയുന്ന നെയിമാണ് ഞാൻ പറയുന്നത്. ബേസിൽ ലീഫ് എന്നോ ബേസിൽ പ്ലാന്റ് എന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ നെയിം തോന്നുന്നുണ്ട് കറക്റ്റ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തിട്ട് ഇതിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നമുക്കൊന്ന് ഒരു ടവൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തുടച്ച് മാറ്റിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. ഇതിങ്ങനെ നമ്മൾ വാഷ് ചെയ്തിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താലും മതി. ശരിക്കും അങ്ങനെയാണ് ഒറിജിനലായിട്ട് ഇത് ഉണ്ടാക്കുക. പക്ഷേ നമുക്കിപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 3-4 ദിവസമൊക്കെ വെയിലത്ത് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ അത്രയും നല്ല ഹെവി വെയിലുണ്ടെങ്കിൽ മാത്രം 2 ദിവസം കൊണ്ടൊക്കെ ഇത് റെഡിയായി കിട്ടും. അപ്പം നമുക്ക് അതിനൊന്നുള്ളൊരു ക്ഷമ ഇപ്പോൾ മിക്കവാറും ആർക്കും ഉണ്ടാവില്ല, 2-3 ദിവസമൊക്കെ വെയിലത്ത് വെച്ച് ഇത് ഉണക്കിയെടുക്കാനുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ തുടച്ചിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇത് ഇതുപോലെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് നമുക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ആ വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല ഡ്രൈ ആയി കിട്ടും, ഉണങ്ങി കിട്ടും.
പിന്നുള്ളൊരു മെത്തേഡാണിത്. നമുക്കൊരു പാൻ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് എല്ലാം കൂടെ അതിലിട്ടിട്ട് നമുക്കിങ്ങനെ വാട്ടിയെടുക്കാം. എന്നിട്ട് ഇതിലെ ഈ ഒരു ജലത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതുവരെ ആ പാനിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാകും അങ്ങനെ സ്റ്റൗവിൽ വെച്ച് ചെയ്യുമ്പോൾ കേട്ടോ. കാരണം ഈ പനിക്കൂർക്കയിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. ഇപ്പോൾ ഞാനിത് ഈ ഒരു പ്ലേറ്റിൽ വെച്ച് ഓവനിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതാണ് കേട്ടോ. 5 മിനിറ്റ് മാത്രം മതി ഓവനിൽ വെക്കുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. പിന്നെ ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ കളറും കിട്ടും നമ്മൾ ഓവനിൽ വെക്കുമ്പോഴാണ്. നമ്മളിങ്ങനെ ഇതിൽ പാനിൽ വെച്ചിട്ട് ഇളക്കുമ്പോൾ ഇത്ര തന്നെ ഒരു ഗ്രീൻ കളർ കിട്ടില്ല കേട്ടോ. ഒന്നും കൂടി ഒരു ഡാർക്കായിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലോട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ ഓവനിലായതുകൊണ്ട് നമ്മൾ ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒറിഗാനോടെ ആ ഒരു കളറിലാണ് കിട്ടുക. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ടാകും. ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അതിൽ ആ തുളസിയുടെ കമ്പൊക്കെ എടുത്തിട്ടൊന്ന് പുറത്തോട്ട് മാറ്റി കൊടുത്തിട്ട് കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ കഴിയും. മിക്സിയിലിട്ട് പൊടിക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മിക്സിയിൽ ഇതിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ നല്ല നൈസ് പൊടിയായി പോവും. ശരിക്കും നമ്മൾ ഒറിഗാനോ അങ്ങനെ നല്ല നൈസ് പൗഡറായിട്ടല്ല ഉണ്ടാവുക. ഇങ്ങനെ കുറച്ചൊരു തരി കൊടുക്കാനേ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ആ ഒരു കറക്റ്റ് ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൈ കൊണ്ട് പൊടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ തുളസിയൊക്കെ കമ്പോടെ ചേർത്ത് കൊണ്ട് തന്നെ ഇതിൽ കുറച്ച് അതിൻ്റെ ആ ഒരു തണ്ടൊക്കെ ഉണ്ടാകും. അതൊക്കെ എടുത്തിട്ട് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഓവനില്ലാത്തവരൊട്ടും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് നമ്മളത് ഇളക്കി കൊടുക്കുമ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അല്ല നിങ്ങൾക്ക് അതും ഇതാണെന്നുണ്ടെങ്കിൽ വെയിലത്ത് തന്നെ വെച്ച് ഉണക്കിയെടുക്കാം. നല്ല വെയിലുണ്ട് എന്നുണ്ടെങ്കിൽ 2-3 ദിവസം വെയിലത്ത് വെച്ചിട്ട് ഇതുപോലെ നന്നായി ഡ്രൈ ആക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മളതിൽ പൂപ്പലൊക്കെ വരും കേട്ടോ അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ. പക്ഷേ വെയിലത്ത് വെക്കുമ്പോൾ ഇത് ഇത്രയും സിമ്പിളായിട്ട് പൊടിച്ചെടുക്കാനുള്ള ഒരു പരുവത്തിലായി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഒറിഗാനോ റെഡിയാക്കാനായിട്ട് ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഒറിഗാനോ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത്. ശരിക്കും നമ്മൾ ഒറിജിനൽ ഒറിഗാനോ പുറത്തുനിന്ന് വാങ്ങിക്കുമല്ലോ അതിലും കൂടുതൽ ഫ്ലേവർ കിട്ടും നമ്മളിങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ഒറിഗാനോ നമ്മൾ ഏതെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് പുറത്തുനിന്നൊന്നും ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ലീഫ് എടുക്കണം. ഞാനിപ്പോൾ വളരെ കുറച്ച് ലീഫ് കാണിച്ചു തന്നില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ വേണമെന്നുള്ളവർ കൂടുതൽ ലീഫുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.